കൊടുങ്ങല്ലൂർ സിവിൽ സ്റ്റേഷന് മുന്നിലെ ഗതാഗത തടസ്സം നീക്കണമെന്ന് കേരള NGO യൂണിയൻ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ നടക്കുന്ന കേരള NGO യൂണിയൻ 62ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് റാഫി പതാക ഉയർത്തിയതോടെ ആരംഭിച്ചു. രക്തസാക്ഷി പ്രമേയം ജോയിന്റ് സെക്രട്ടറി PS പ്രേംദാസും അനുശോചന പ്രമേയം ജോയിന്റ് സെക്രട്ടറി ഷാബിമോൻ KRും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി AS സുമേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ PA പ്രവീൺദാസ് കണക്കുകൾ അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S സുനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് ഞാൻ മുമ്പ് പറഞ്ഞു, ക്ഷേമ പെൻഷന്റെ ഒരു കാര്യം ഞാൻ കൂട്ടി വായിക്കുക. ഈയിടെ ഒരു മുൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ വന്നിട്ട് ഇവിടെ പ്രസംഗിച്ചു. എന്താണ്? പാവപ്പെട്ട ആളുകളുടെ ക്ഷേമ പെൻഷൻ മുടക്കിയ ആളാണ് ആര്? പിണറായി വിജയൻ. എത്ര മാസം ക്ഷേമ പെൻഷൻ മുടക്കി? 5 മാസം കുടിശ്ശിക കൊടുക്കണം, ഒരു തർക്കമില്ല. പക്ഷേ ഈ പറഞ്ഞയാളോ AK ആന്റണി എന്ന് പറയുന്ന അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ക്ഷേമ പെൻഷൻ 110 രൂപ. അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോഴോ 5 വർഷം കഴിയുമ്പോഴോ 110 രൂപ. 5 വർഷത്തിൽ 3 വർഷമേ ക്ഷേമ പെൻഷൻ കൊടുത്തുള്ളൂ. 24 മാസം 2 വർഷം കൊടുത്തില്ല. 5 വർഷം ഇരുന്നിട്ട് 3 വർഷം കൊടുത്ത 110 രൂപ 111 രൂപ ആക്കാത്ത ആള് മറ്റൊരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 2011 അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ ക്ഷേമ പെൻഷൻ 400 രൂപ. അദ്ദേഹം ഇറങ്ങുമ്പോൾ 600 രൂപ. 5 വർഷം ഭരിച്ചിട്ട് 18 മാസം കൊടുത്തില്ല. 3.5 വർഷമേ കൊടുത്തുള്ളൂ. 1.5 വർഷം കൊടുത്തില്ല. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നു 2016. അദ്ദേഹം വരുമ്പോൾ ക്ഷേമ പെൻഷൻ 600 രൂപ. 32 ലക്ഷം ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഒരു മാസം 200 കോടി രൂപ വേണം. പിണറായി വിജയൻ പറഞ്ഞു, ഞങ്ങൾ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ AS സുമേഷിന്റെ പാനൽ വിജയിച്ചു. പ്രസിഡന്റായി PA മുഹമ്മദ് റാഫി, വൈസ് പ്രസിഡന്റുമാരായി PA പ്രവീൺദാസ്, PV സുനിൽകുമാർ, സെക്രട്ടറിയായി AS സുമേഷ്, ജോയിന്റ് സെക്രട്ടറിമാരായി PS പ്രേംദാസ്, KR ഷാബിമോൻ, ട്രഷററായി AR രമ്യ എന്നിവരെ തിരഞ്ഞെടുത്തു.